പ്രഖ്യാശ്രീക്ക് വിശദമായി ശബരിമല ദേവസ്വം വിഷയങ്ങളിൽ കോടതിക്കെതിരെ വിമർശനവുമായി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. എല്ലാത്തിലും കോടതിയുടെ ഇടപെടലാണ്. എല്ലാ കാര്യങ്ങളിലും കോടതി ഇടപെട്ടാൽ പിന്നെ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് കെ മുരളീധരൻ ചോദിച്ചു. ശബരിമലയിൽ ദേവസ്വത്തിനും സർക്കാരിനും റോളില്ല. ഹൈക്കോടതിയാണ് അവിടെ ഏത് പൂവ് ഉപയോഗിക്കണം എന്നുവരെ പറയുന്നത്. ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ അമിതമായ ഇടപെടൽ വേണോ എന്ന് ചിന്തിക്കേണ്ട സമയമാണിതെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഇവിടെയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാത്തിനും കോടതിയുടെ ഇടപെടൽ. ഞാനിപ്പോൾ ഇവിടെ ഒരു വിവാദം ഉണ്ടാക്കുന്നില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളിലും കോടതി തന്നെ ഇടപെട്ടാൽ പിന്നെ ഭക്തജനങ്ങൾക്ക് വല്ല റോളും. ശബരിമലയിൽ സർക്കാരിനും റോളില്ല, ദേവസ്വത്തിനും റോളില്ല. ഹൈക്കോടതിയാണ് അവിടെ ഏത് പൂവ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്, എങ്ങനെ ക്യൂ നിൽക്കണം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മേൽനോട്ട അവകാശം മാത്രമേ കോടതിക്ക്. മേൽനോട്ടം ഓഡിറ്റിംഗ് അധികാരം, ദേവസ്വത്തിന് കൊടുക്കുന്ന ഫണ്ട് ഓഡിറ്റ് ചെയ്യാൻ അധികാരം ഹൈക്കോടതിക്ക്. അതല്ലാതെ സത്യം പറഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കമ്മീഷണർ നിയമിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും കോടതിക്ക് ശരിക്കും പറഞ്ഞാൽ അവകാശമില്ല. അതിപ്പോൾ എല്ലാവരും കോടതിയോട് ഭയഭക്തി ബഹുമാനമൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് എന്ന് വിചാരിച്ച് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ അമിതമായിട്ട് ഇടപെടൽ വേണമെന്ന് ചിന്തിക്കേണ്ട സമയമാണ്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, ഏത് പരിപാടിയിലാണ് ഇപ്പോൾ കെ മുരളീധരൻ കോടതിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ക്ഷേത്രങ്ങളിൽ ഏത് ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ പോലും കോടതി തീരുമാനമെടുക്കുന്നു, ഭക്തർക്ക് റോളില്ല എന്നതാണ് മന്ത്രിയുടെ പ്രസംഗം. സ്മൃതി, തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ശ്രീമൂലസ്ഥാനത്ത് പുതിയ ആൽ നടുന്ന ചടങ്ങിൽ വെച്ചാണ്, ആ ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിലാണ് കെ മുരളീധരൻ ഇത്തരത്തിൽ വിവാദ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. കോടതിയെ അതിരൂക്ഷമായ വിമർശനമാണ് കോടതിക്കെതിരെ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാം, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റേതാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, പ്രധാന ഈ മൂന്ന് ദേവസ്വങ്ങളിലെയും കാര്യങ്ങൾ നടത്തുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുന്ന കഴിഞ്ഞ കുറേ കാലങ്ങളായി കോടതിയാണ്. ഇത് സ്വാഭാവികമായി വന്നതല്ല. പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, മുൻകാലങ്ങളിൽ അതത് ദേവസ്വങ്ങൾ നടത്തിയ വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ നിരന്തരമായ കേസുകൾ വരികയും പിന്നീട് ഹൈക്കോടതി, ദേവസ്വം ബെഞ്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം നേരിട്ട് ഇടപെടുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെയാണ് കോടതികൾ ദേവസ്വങ്ങളുടെ കാര്യത്തിൽ പ്രധാനമായി ഇടപെട്ട് തുടങ്ങിയത്. പിന്നീട് അതൊരു സ്ഥിരമായി ഇടപെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ മന്ത്രി പറയുന്നത്, ഇങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിനോ ദേവസ്വം വകുപ്പിനോ മറ്റോ ആർക്കും ഒരു റോളില്ലാതായി വരും, ഭക്തർക്കും ഒരു പ്രധാന റോളില്ലാതായി വരും. പ്രധാനമായും എന്തെങ്കിലും ഒരു പരിഷ്കാരങ്ങൾ നടത്താൻ ദേവസ്വങ്ങളിലോ ക്ഷേത്രങ്ങളിലോ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വിമർശിക്കുന്നതോടൊപ്പം അദ്ദേഹം അവസാനം എടുത്തു പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ നിയമസഭയിൽ ഇക്കാര്യങ്ങൾക്കൊരു തുടക്കം കുറിച്ചിട്ടുണ്ട്. അതേ, കോടതിയുടെ അമിതമായ ഇടപെടലുകൾക്കെതിരെയുള്ള നീക്കങ്ങൾ നിയമസഭയിൽ ആരംഭിച്ചിട്ടുണ്ട്. നിയമസഭയിൽ വെച്ച് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, അത് കോടതിയെ ലക്ഷ്യമാകില്ല എന്നതുകൊണ്ടാണ് നിയമസഭയിൽ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പൂ വേണമെങ്കിൽ പോലും കോടതിയുടെ അനുമതി വേണമെന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു റോളില്ലാത്ത അവസ്ഥയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മൂന്ന് ദേവസ്വങ്ങളെ സംബന്ധിച്ചും നിരവധി അഴിമതി ആരോപണങ്ങൾ ഓരോ കാലഘട്ടങ്ങളിലും ഉയർന്നു വന്നിരുന്നു. ഇതിനെതിരെ ഭക്തന്മാർ പരാതിയുമായി കോടതിയെ സമീപിച്ചിരുന്നു. അങ്ങനെ നിരന്തരമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വങ്ങളിലുള്ള, അതാത് കാലത്തെ ദേവസ്വങ്ങളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുകയും പിന്നീട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് എല്ലാ വിഷയങ്ങളിലും നേരിട്ട് ഇടപെടുകയും ചെയ്യുന്ന സ്ഥിതി വന്നത്. അവസാനം ശബരിമലയിലെ സ്വർണ്ണക്കള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിലെ ഉൾപ്പെടെ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ എല്ലാ വിഷയങ്ങളിലും കോടതിയുടെ അനുമതി വേണം. ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും കോടതി ഇടപെടലുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ അതിലേക്ക് നയിച്ചത് ദേവസ്വങ്ങളിലെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണെന്ന യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. സ്മൃതി, ഇപ്പോൾ ദേവസ്വത്തിന് ഇടപെടാൻ പറ്റാത്ത ഏതൊക്കെ വിഷയങ്ങളാണ് ഇപ്പോൾ മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്? ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളിൽ, കോടതി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ദിവസേനയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ അഴിമതി വിഷയങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ, കെടുകാര്യസ്ഥ വന്ന ഘട്ടത്തിലൊക്കെയാണ് കോടതി ഇടപെട്ടിട്ടുള്ളത്. അതും പരാതികളുടെ അടിസ്ഥാനത്തിലും സ്വമേധയാ എടുത്ത കേസുകളുമുണ്ട്. പക്ഷേ ഈ തരത്തിൽ ദിവസവുമുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ കോടതിയുടെ ഇടപെടലുണ്ടോ? അങ്ങനെയെങ്കിൽ മന്ത്രി അത് എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? സ്മൃതി, മന്ത്രി കെ മുരളീധരൻ പറഞ്ഞതിൽ സത്യമുണ്ട് എന്നത് നമുക്ക് പറയാം. കാരണം നമുക്ക് നേരിട്ടറിയാവുന്ന നിരവധി വിഷയങ്ങളിൽ, കൊച്ചിൻ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു അനുമതി ലഭിക്കണമെങ്കിൽ സ്വാഭാവികമായും കോടതിയെ സമീപിക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി മുഴുവൻ കാര്യങ്ങൾക്കും കൊച്ചിൻ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ്.
ഇതിനുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ദേവസ്വങ്ങളിൽ മുൻകാലങ്ങളിൽ നടന്നിരിക്കുന്ന നിരവധി ക്രമക്കേടുകളും അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയും ഫലമായി നടന്ന പരാതികൾ, ഈ പരാതികൾ തുടർച്ചയായി വരികയും ആ തെറ്റുകൾ തുടർച്ചയായി ആവർത്തിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കോടതിയിൽ നിന്നും ഏത് കാര്യത്തിനും ഒരു അനുമതി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ദൈനംദിന കാര്യങ്ങൾക്ക് അനുമതി വേണം എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ശരിയാണെന്ന കാര്യം വ്യക്തതയില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നടപ്പാക്കണമെങ്കിൽ ദേവസ്വങ്ങളിൽ കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഗുരുവായൂർ ദേവസ്വത്തിൽ മാത്രമാണ് അതിന് ചെറിയൊരു മാറ്റമുള്ളത്. ഗുരുവായൂർ ദേവസ്വത്തിൽ ദേവസ്വത്തിന്റെയും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ ദേവസ്വം വകുപ്പിന്റെ ഉൾപ്പെടെയുള്ളവർക്ക് നേരിട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും നേരിട്ടാണ് ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും അപാകതകൾ വന്നാൽ മാത്രമാണ് കോടതിയുടെ ഇടപെടൽ. പക്ഷേ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ അതല്ല. അതുകൊണ്ട് തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനമായ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ച് ആൽനടൽ ചടങ്ങിൽ വെച്ച് അദ്ദേഹം ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. ഏത് പൂവ് ഉപയോഗിക്കണം ക്ഷേത്രങ്ങളിൽ എന്നതുപോലും കോടതി നിശ്ചയിക്കുന്ന രീതിയിലേക്ക് കോടതിയുടെ ഇടപെടൽ കൂടുതലാണ് എന്നാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ജേസൺ ചാമളപ്പിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.